എടാ ഈ പടമൊക്കെ ഒരു ഫുൾ ക്രൗഡുള്ള തിയേറ്ററിൽ കിട്ടണം. പടം ഇറങ്ങി കുറച്ച് ദിവസമായി. എനിക്ക് ഫസ്റ്റ് ഡേ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ പോകാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ കുറച്ച് അത്യാവശ്യം ക്രൗഡുള്ള ഒരു തിയേറ്ററിൽ തന്നെയാണ് കണ്ടത്. ഇതിലെ ക്യാരക്ടറിനെ പറ്റിയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമുക്കൊക്കെ അതിൻ്റെ റേഞ്ച് അതാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, ഇതുവരെ കണ്ട പടം പോലെ, അതായത് 1, 2 തമ്മിലുള്ള യാതൊരു ബന്ധമില്ലെന്നല്ല, അതേ എല്ലാ ഒരു തീയിൽ പോയിട്ട് പിന്നീട് എന്തോ ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾക്ക് കൺവിൻസ് ചെയ്യാൻ ഡയറക്ടറിന് സാധിച്ചിട്ടുമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഒരു പടമാണ്, ലോജിക്ക് നോക്കിയിട്ട് ഒരിക്കലും കാണേണ്ട സിനിമയല്ല. പിന്നെ ഇതിൻ്റെ ടൈം ലൈൻസ് പോകുന്ന സമയത്ത് പാസ്റ്റിൽ ചെറിയ കഥ പറഞ്ഞു, കാരണം അതിൽ ഒരു സ്റ്റോറി പോകുന്ന ഇതാണ്, അതായത് കോമഡി കുറവാണ്. അപ്പോൾ നമുക്ക് ചെറിയ ലാഗ് തോന്നിക്കാം, കാരണം ഇതിൻ്റെ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നതെല്ലാം നല്ല കോമഡിയാണ്. അപ്പോൾ പിന്നെ മറ്റേ പാസ്റ്റ് വരുന്ന സമയത്ത് കുറച്ച് ഡൗൺ വരും. പക്ഷേ എനിക്കത് ഞാൻ എൻജോയ് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്തൊരു കസാൻഡ്ര എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, ഒരു ലേഡി ക്യാരക്ടർ. പുള്ളിക്കാരുടെ ആരാത് ഒരു കൂടെ ഒരു ബി ജി എം കൂടെ. ആ ബി ജി എം എന്നൊക്കെ പറഞ്ഞാൽ ടോപ്പ് മ്യൂസിക് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പുതിയ കുറേ ബി ജി എം ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നും വെച്ചൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഇതിപ്പോൾ എനിക്ക് റിവ്യൂ ഇപ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, പക്ഷേ എനിക്കത് പറയണമെന്നുണ്ട്. കിട്ടില്ല. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും പോയിരിക്കും, ഫസ്റ്റ് തന്നെ പോയിരിക്കും. അതായത് നിങ്ങൾ ഇതിനകത്ത് ലാഗ് എന്നൊക്കെ പറഞ്ഞ് കാണേണ്ടിരിക്കരുത് കേട്ടോ. ഇതിനകത്ത് ഉറക്കം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മാതിരി വെറുതെ നിന്ന് ഉറങ്ങിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നമുക്ക് ഉറപ്പായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി പടം. നിങ്ങൾ പോയി കാണാത്തവരുടെ തിയേറ്ററിൽ പോയി തന്നെ കാണണേ.